Hi guys! വെറും 2 ആഴ്ച കൊണ്ട് അതായത് 14 ദിവസം കൊണ്ട് നമ്മുടെ ഫുൾ ബോഡി ലൈറ്റിംഗ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? അപ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ട് ഈ ഒരു വീഡിയോയുടെ താഴെ വന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്തിരിക്കണം നിങ്ങൾക്കുണ്ടായിട്ടുള്ള മാറ്റം എന്താണെന്നുള്ളത്. അതുപോലത്തെ ഒരു സൂപ്പർ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സോപ്പിൻ്റെ റെമഡിയാണ് നമ്മൾ ഇന്ന് ചെയ്ത് കാണിക്കാൻ പോകുന്നത് കേട്ടോ. സാധാരണ നമ്മളെല്ലാവരും സോപ്പ് തേച്ച് കുളിച്ച് വരുന്ന ആൾക്കാരാണല്ലേ. പക്ഷെ നമ്മൾ ഇന്ന് ചെയ്ത് കാണിക്കാൻ പോകുന്ന സോപ്പിൽ ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ട് ആ ഒരു സോപ്പ് ഉപയോഗിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 2 ആഴ്ച കൊണ്ട് തന്നെ നിങ്ങളുടെ സ്കിന്നിൽ നല്ലൊരു ചേഞ്ച് ആയിരിക്കും കാണാൻ പറ്റുക കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് മനസ്സിലാക്കിയ ശേഷം ട്രൈ ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആളെ കണ്ടല്ലോ, ആളെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തരേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ അല്ലേ. ഞങ്ങളുടെ മിക്ക യൂട്യൂബേഴ്സിൻ്റെയും അഹങ്കാരമാണ് ഈ ഒരു ഉരുളക്കിഴങ്ങെന്ന് പറയുന്നത് കേട്ടോ. അഹങ്കാരം മാത്രമല്ല, വീക്ക്നെസ് കൂടിയാണ്. ഇതില്ലാണ്ട് ഞങ്ങൾക്ക് ഒരു DIYസും ചെയ്യാൻ പറ്റില്ല എന്നായിട്ടുണ്ട്. അത്രയും സൂപ്പറാണ് കേട്ടോ, വെറുതെ പറയുന്നതല്ല, അത്രയും സൂപ്പർ റിസൾട്ട് തരുന്ന ഒരാളാണ് ഈ ഒരു പൊട്ടാറ്റോ കേട്ടോ. അപ്പോൾ അത് ചെയ്ത് നോക്കിയവർക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഈ ഒരു പൊട്ടാറ്റോ വെച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു റെമഡി ചെയ്തെടുക്കാൻ പോകുന്നത്. ഇത് മാത്രമല്ല, ഇതിൻ്റെ കൂട്ടത്തിലേക്ക് നമ്മൾ കുറച്ച് കാര്യങ്ങളോടൊക്കെ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മാക്സിമം നിങ്ങൾ ഗ്രേറ്റ് ചെയ്തിട്ട് അത് ജ്യൂസാക്കി കൊണ്ടുവരാനായിട്ട് നോക്കുക കേട്ടോ. ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്ന പോലെ പിഴിഞ്ഞിട്ട് ആ ഒരു ജ്യൂസ് എടുക്കാനായിട്ട് നോക്കുക. മിക്സിയിൽ അരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇച്ചിരി വെള്ളമൊക്കെ ഒഴിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ മാക്സിമം വെള്ളം ഒഴിക്കാതെ ആ ഒരു പൊട്ടാറ്റോയുടെ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ആ ഒരു ജ്യൂസ് മാത്രമായിട്ട് കൊണ്ടുവരാനായിട്ട് നോക്കുക. ഓക്കെ, ഇനി നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്ന രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് നമ്മുടെ കടലമാവാണ് കേട്ടോ. കടലമാവ് ഞാനിവിടെ 1.5 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ കിട്ടിയിരിക്കുന്ന ജ്യൂസിൻ്റെ ആ ഒരു ഇതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മാക്സിമം നമുക്ക് 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ എടുക്കാൻ പോകുന്ന ആ സോപ്പിൻ്റെ അളവും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. അപ്പോൾ ഈ ഒരു രീതിക്ക് വേണം നിങ്ങൾ എടുക്കാനായിട്ട്. ഒത്തിരി അങ്ങ് ആയിപ്പോയി കഴിഞ്ഞാൽ നമുക്കിതങ്ങ് അങ്ങോട്ട് നന്നായി വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അളവും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ കടലമാവ് നമ്മൾ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസിൽ അങ്ങ് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് അങ്ങ് സ്പൂണ് വെച്ച് മിക്സ് ആക്കാം കേട്ടോ. സ്പൂൺ വെച്ചിട്ടൊന്നും മിക്സ് ആവുന്ന ലക്ഷണമൊന്നുമില്ല. ഞാൻ കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ നിങ്ങളും കൈയൊക്കെ നന്നായി കഴുകിയ ശേഷം നന്നായിട്ട് കൈ വെച്ച് അങ്ങ് മിക്സ് ആക്കി കൊണ്ടുവന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ അതാ നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. കട്ടയൊന്നും ഇല്ലാതെ നല്ല രീതിക്ക് മിക്സ് ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അതങ്ങ് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് വേണ്ടത് ഗ്ലിസറിൻ ബേസ്ഡ് ആയിട്ടുള്ള സോപ്പാണ്. അപ്പോൾ ഞാനിവിടെ പിയേഴ്സിൻ്റെ സോപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് ഗ്ലിസറിൻ ബേസ്ഡ് ആയിട്ടുള്ള സോപ്പാണെങ്കിലും കുഴപ്പമില്ല, സോപ്പ് ബേസ് ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ സോപ്പ് സെയിലാക്കുന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. നമ്മുടെ ഷംനൂസ് ഓർഗാനി ഹെർബൽ ബ്യൂട്ടിയുടെ തന്നെ സ്കിൻ ലൈറ്റനിങ് സോപ്പ് ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്ന വേരിയുള്ള ഇൻഗ്രീഡിയൻസ് ആണെന്ന് ചോദിച്ചാൽ അതൊന്നല്ല, നമ്മൾ വേറെ ഹെർബൽസ് ഒക്കെ ഇട്ടിട്ട് ചെയ്തെടുത്തുള്ള സോപ്പാണത്. ചിലർ ചോദിക്കാറുണ്ട് ഈ ഒരു സോപ്പ് ഉപയോഗിച്ച് പെട്ടെന്ന് വെളുക്കാൻ പറ്റുമോ ചേച്ചി എന്നുള്ളത്. അപ്പം നമുക്ക് വെളുക്കുന്നതിനുപരി നമ്മുടെ ശരീരത്തെ നല്ല രീതിക്ക് എങ്ങനെ ക്ലെൻസ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. ഞാൻ സോപ്പിനെ പറ്റിയിട്ടൊക്കെ മുമ്പ് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഹോൾസിനൊന്നും ക്ലോഗ് ചെയ്യാതെ അടയ്ക്കാതെ നല്ല രീതിക്ക് ക്ലെൻസ് ആക്കി കൊണ്ടുവരാനായിട്ടുള്ള കഴിവ് നമ്മുടെ ഈ ഒരു സോപ്പിനുണ്ട്. അത് മാത്രമല്ല, ഒരു സോപ്പ് ഉപയോഗിച്ചിട്ടൊന്നും വെളുക്കണം എന്ന് പറഞ്ഞാൽ അതെന്തായാലും നടക്കുന്ന കാര്യമല്ല. സോപ്പ് പറഞ്ഞാൽ എന്തിനാ, നമ്മുടെ ബോഡി നല്ല രീതിക്ക് ക്ലെൻസ് ചെയ്ത് വരാം, നല്ല രീതിക്ക് വൃത്തിയാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പം നമ്മളിത് ഒരുപാട് നാൾ ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുന്നത്. സോപ്പ് ഉപയോഗിച്ചിട്ട് ഒരു കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട് പൊള്ളിയ പാട് മാറിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അവിടെ എൻ്റെ അടുത്ത് നിറയെ സോപ്പ് മേടിച്ചിട്ടുണ്ട്. അതല്ലാതെ ഒരു സോപ്പ് ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് റിസൾട്ട് വേണം പറഞ്ഞാൽ അതെന്തായാലും നടക്കുന്ന കാര്യമില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ പിയേഴ്സിൻ്റെ സോപ്പാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 60-65 ഗ്രാം വരുന്നുണ്ട്. ആ ഒരു സോപ്പാണ് നമുക്ക് വേണ്ടത്. അത് ഞാൻ ഫുള്ളായിട്ട് അങ്ങ് എടുക്കുകയാണ് കേട്ടോ, ഞാൻ ഈ പറഞ്ഞ കൂട്ടിന്. ഓക്കെ, ഒരു ഉരുളക്കിഴങ്ങും 1.5 ടേബിൾ സ്പൂൺ നമ്മുടെ കടലപ്പൊടിക്കും വേണ്ടിയിട്ടുള്ള ആ ഒരു സോപ്പാണ് ഇത്. 60 ഗ്രാം ഉണ്ട് കേട്ടോ ഇതിനകത്ത്. 60 ഗ്രാം ഉണ്ട് ഈ ഒരു സോപ്പ്. ഞാൻ ഫുള്ളായിട്ട് അങ്ങ് ഇതിനകത്തേക്ക് ഗ്രേറ്റ് ചെയ്തിട്ട് അങ്ങ് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ള ഈ ഒരു പിയേഴ്സിൻ്റെ സോപ്പ് ഒരു പാത്രത്തിനകത്തേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മളിത് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി അങ്ങ് മെൽറ്റാക്കി കൊണ്ടുവരണം. അപ്പോൾ കട്ട് ചെയ്തിട്ട് ചേർക്കുകയാണെങ്കിൽ അത് മെൽറ്റാവാനായിട്ട് ഒരു ഇച്ചിരി സമയം പിടിക്കും. നമ്മളിതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെൽറ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ടത്. ആ ഒരു സോപ്പ് ഫുള്ളായിട്ട് അങ്ങ് ഗ്രേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമ്മളിത് നന്നായിട്ട് മെൽറ്റായതിനു ശേഷം നമ്മളവിടെ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ കൂട്ട്, കടലമാവും ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു കൂട്ട് ഇതിനകത്തേക്ക് നന്നായിട്ട് ഈ ഒരു സോപ്പ് നന്നായിട്ട് മെൽറ്റ് ചെയ്തതിന് ശേഷം അതും കൂടി അങ്ങ് ചേർത്ത് 1-2 മിനിറ്റ് നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് നമ്മുടെ ആ ഒരു സോപ്പിൻ്റെ ബേസും അതുപോലെ തന്നെ കടലമാവും ഉരുളക്കിഴങ്ങും നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം നമ്മൾ ആ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ സോപ്പിൻ്റെ മോൾഡിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക.
അപ്പോൾ ഞാനിവിടെ സിലിക്കോണിൻ്റെ സോപ്പ് മോൾഡ് പഴയതൊരെണ്ണം ഉണ്ടായിരുന്നു. അതിനകത്തേക്ക് നമ്മൾ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കേണ്ട. ആ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ ചേർക്കണം. നമ്മൾ തണുക്കാനായിട്ട് സമയം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പാത്രത്തിനകത്ത് തന്നെ അങ്ങ് കട്ടയായി പോകും. നമുക്ക് ആ ഒരു പാത്രത്തിൻ്റെ ഷേപ്പിലായിരിക്കും പിന്നെ സോപ്പ് കിട്ടുക കേട്ടോ. അപ്പോൾ നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഒരു പാത്രത്തിനകത്തേക്ക് അല്പം എണ്ണ കൂടി തടവിയതിന് ശേഷം അതിന് മീതെ അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് ഫ്രിഡ്ജിനകത്തേക്ക് സെറ്റാക്കാനായിട്ട് വെക്കാം. ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ നമുക്കൊരു 1-2 മണിക്കൂർ കൊണ്ട് തന്നെ സെറ്റായി കിട്ടും. അതല്ല ഫ്രിഡ്ജൊന്നും ഇല്ല, പുറത്ത് തന്നെയാണ് വെച്ചിട്ടാണ് നമ്മൾ സെറ്റാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഫുള്ളായിട്ട് അങ്ങ് വിടുക കേട്ടോ. 1-1.5 അത് ഓരോരുത്തരുടെ ആ ഒരു ഇതനുസരിച്ച് ഇരിക്കും. അപ്പോൾ ഗൈസ് നമ്മുടെ ഈ ഒരു പൊട്ടറ്റോയുടെ സോപ്പ് ഫ്രീസറിൽ സെറ്റ് ആവാനായിട്ട് സമയം കൊടുക്കുകയാണ്. ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള റിസൾട്ടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നല്ല തണുപ്പുമുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സോപ്പ് നന്നായിട്ട് സെറ്റായിട്ടുമുണ്ട്. അപ്പോൾ ഇനി നമുക്കിതെടുത്ത് ഉപയോഗിക്കാം കേട്ടോ. ഇത് ഉപയോഗിക്കുക നമ്മൾ നോർമലായിട്ട് എങ്ങനെയാണോ സോപ്പ് ഉപയോഗിക്കുന്നത് ആ രീതിക്ക് തന്നെ നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ച് കുളിച്ച് വരാവുന്നതാണ്. മുഖത്ത് അപ്ലൈ ചെയ്യാം, ബോഡിയിൽ അപ്ലൈ ചെയ്യാം, എങ്ങനെയാണെങ്കിലും പ്രശ്നമില്ല. പക്ഷെ നമ്മളിത് അപ്ലൈ ചെയ്തിട്ട് ഒരു 5 മിനിറ്റെങ്കിലും അത് ദേഹത്ത് പിടിക്കാനായിട്ട് നമ്മൾ ടൈം കൊടുക്കണം കേട്ടോ. 1-2 മിനിറ്റ് നമുക്ക് മസാജ് കൊടുക്കാം. ഫേസിലൊക്കെ ആണെങ്കിൽ 1 മിനിറ്റ് നമുക്ക് മസാജ് ചെയ്തതിന് ശേഷം കഴുകി കളയാം. ബോഡിയിലാവുമ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്തിട്ട് ഒരു 5 മിനിറ്റെങ്കിലും വെച്ചിരിക്കാനായിട്ട് നോക്കുക. കാരണം നമ്മൾ അതിനകത്ത് ചേർത്തിരിക്കുന്ന പൊട്ടാറ്റോയുടെയും കടലമാവിൻ്റെ ഒക്കെ ഗുണങ്ങൾ കിട്ടണമെങ്കിൽ നമ്മുടെ ദേഹത്ത് അത് പിടിക്കണം അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഒരു 5 മിനിറ്റ്, മാക്സിമം ഒരു 5 മിനിറ്റ് നമ്മളത് അപ്ലൈ ചെയ്തിട്ട് 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം കഴുകിക്കളയാനായിട്ട് നോക്കുക. അപ്പോൾ ഗൈസ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ആ ഒരു ബോഡിയിലുണ്ടായ അല്ലെങ്കിൽ ഫേസിലുണ്ടായിട്ടുള്ള മാറ്റം നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ചെയ്യണം. നിങ്ങൾ ഓരോരുത്തരുടെയും കമൻസിനായിട്ട് ഞാൻ വെയിറ്റിങ്ങിലാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരുടെയും വീട്ടിലുള്ളതാണ് ഉരുളക്കിഴങ്ങും കടലമാവൊക്കെ. നമുക്ക് ആകെപ്പാടെ മേടിക്കാനുള്ളത് ആ ഒരു പേഴ്സിൻ്റെ ആ ഒരു ചെറിയ കുഞ്ഞു സോപ്പാണ് കേട്ടോ. അപ്പോൾ എനിക്ക് വേണ്ടി ഒരു തവണ ആ ഒരു പേഴ്സ് സോപ്പ് മേടിച്ചിട്ട് ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടും, ഞാൻ വെറുതെ പറയുന്നല്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ ട്രൈ ചെയ്ത് നോക്കാനും കേട്ടോ. അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോ വരുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.